ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മോട്ടർ, ഒരു 1/2 HP ഉഷയിൽ വരുന്നൊരു മോട്ടർ. അപ്പോൾ അത് നമ്മളൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് തുരുമ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് അയച്ച് നോക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന് സാധനങ്ങൾ ഉള്ളിൽ വരുന്ന സ്പെയർ എന്നുള്ളത് ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും മോട്ടർ മെയിൻ്റനൻസ് കൂടുതൽ വരുന്ന ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയ ചെറിയ ഈ ലൊട്ടിലൊടുക്ക് വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ട് കുറേ ആയി, ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് അയക്കുക. ആദ്യമായിട്ട് ഇതിൻ്റെ നട്ടും ബോൾട്ടൊന്ന് അയച്ചിട്ട് HP 1/2 HP വരുന്ന 18 മീറ്റർ ഹെഡാണ് കേട്ടോ. 6 ആംപിയർ എടുക്കുന്ന ഒരു ഉഷേൻ്റെ പമ്പാണ്. അത്യാവശ്യം വില, നല്ല റേഞ്ച് വില വരുന്നൊരു പമ്പാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് ആദ്യം ഇതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് നമുക്ക് നോക്കണം. പോവാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡഡ് കമ്പനികളെ സാധനം എടുക്കുമ്പോൾ അതിലെപ്പോഴും സാധനത്തിന് ബ്രാൻഡഡ് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. അതായത് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ SS-ൻ്റെ ഏകദേശം 12 വരുന്ന ഈ നട്ടും ബോൾട്ടും. അതുപോലെ തന്നെ SS-ൻ്റെ എല്ലാ SS ആണ്. ഈ ബോഡി മാത്രമേ ഇതിൻ്റെ കാസ്റ്റിന് വരുന്നുള്ളൂ. ഇംപ്ലർ കുറച്ച് പഴകിയതുകൊണ്ട് ഏകദേശം ഒരു പിടുത്തുണ്ട്. തുരുമ്പാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഇത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് നല്ല ക്ലീനാക്കി കളഞ്ഞിട്ട് വേണം ഇതൊന്ന് ഓട്ടിക്കാൻ. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. തുരുമ്പ് കുറച്ചുണ്ട്, അതൊന്ന് കളഞ്ഞിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബുഷ് പ്ലേ ഉണ്ടെങ്കിൽ നമ്മളിത് ഒരു മെയിൻ്റനൻസ് നോക്കാൻ പോവുകയാണെങ്കിൽ കപ്പാസിറ്റർ കൂട്ടിയിട്ടിട്ടും വർക്ക് ചെയ്യുന്നില്ല, ഹമ്മിങ് ആണ്, മൂളി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പമ്പ് കയറ്റുക, പമ്പ് അയച്ചിട്ട് ഈ പ്ലേ കൂടുതലുണ്ടോ നോക്കുക. ഇതിപ്പോൾ ഒരു നോർമൽ പ്ലേ ഇതിന് വേണം. അതല്ലാതെ കൂടുതൽ പ്ലേ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ പമ്പിൻ്റെ ഈ ഫേസിലേക്ക്, അതായത് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ മുൻഭാഗത്തേക്ക് വന്നിട്ട് ഈ ഇംബലർ ജാമാവും. ഇംബലർ ജാമാവുമ്പോഴാണ് ആദ്യമൊക്കെ ചെറുതായിട്ടൊന്ന് വരെയും, പിന്നെ കൂടുതൽ പ്ലേ ബുഷിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജാമായിട്ട് ഇത് വർക്ക് ചെയ്യാതാവും, മൂളി നിൽക്കും. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ പവർ കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും സ്റ്റാർട്ടിങ് കിട്ടും. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ അടിക്കാൻ പറ്റുമായിരിക്കും. പിന്നീട് പറ്റ ഡെഡായി പോയി കഴിഞ്ഞാൽ ഈ മൂളി നിൽക്കുമ്പോൾ വൈൻഡിങ് കത്തിപ്പോവും. ഇതാണ് സ്വാഭാവികമായിട്ടും സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബുഷ്, ഇപ്പോൾ ഈ പ്ലേൻ്റെ കാര്യം പറഞ്ഞ് ബുഷ് പ്ലേ ആയി കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ലോ വോൾട്ടേജ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കപ്പാസിറ്റർ വീക്കായി കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് മോട്ടർ വർക്ക് ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ മോട്ടർ കപ്പാസിറ്റർ വർക്ക് ചെയ്യും മോട്ടർ, പക്ഷേ ലോ വോൾട്ടേജ് ആകുമ്പോൾ ആംബിയറൊക്കെ കൂടുതൽ എടുത്തിട്ട് അങ്ങനെ കപ്പാസിറ്ററൊക്കെ കത്തിപ്പോകാനും കപ്പാസിറ്റർ ഷോർട്ട് ആവാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന കംപ്ലൈൻ്റാണ് ഒന്ന് MCBയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പവറാണ്. പവർ ഇതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതായത് വയറിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിമീറ്റർ എടുക്കുക. ഇത് നമ്മളെ കണ്ടിന്യൂറ്റി മോഡിലിടുക. അങ്ങനെ കണ്ടിന്യൂറ്റി മോഡിലിടുക. വയറ് ഒന്ന് നന്നാക്കി ഒന്ന് ചെത്തിക്കളയുക കേട്ടോ. ചെത്തിയിട്ടൊന്ന് ഇൻസുലേഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കളയുക. കാരണം വയറ് ഇത് കറുത്ത് കിടക്കുന്നതിൻ്റെ കാരണം, ഏത് വയറും കോപ്പർ, ചിലവിൽ പറയും കോപ്പർ കറക്കണത്, കോപ്പർ പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത സെക്കൻഡ് ഹാൻഡ് കോപ്പർ ആയതുകൊണ്ടാണ് കോപ്പർ കറക്കുന്നത്. കോപ്പർ ഡ്യൂപ്ലിക്കേറ്റാണ്, റീസൈക്കിൾ കോപ്പറാണെന്നൊക്കെ പറയും. കോപ്പറിൻ്റെ അതൊന്നുമല്ല കോപ്പറിൻ്റെ പ്രശ്നം.
ഏതൊരു കോപ്പറും ഓക്സിജനുമായിട്ട് പുറത്ത് സിങ്കായി കഴിഞ്ഞാൽ, അതായത് ഓക്സിജനുമായിട്ട് ഇതിങ്ങനെ കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും കറക്കും. ഓക്സിജൻ സിങ്കായി കഴിഞ്ഞാൽ കറക്കുന്നൊരു ഇത് സ്വാഭാവികമാണ്. പിച്ചളയാണെങ്കിൽ ക്ലാവ് പിടിക്കും, ഇതാണെങ്കിൽ കറക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കണ്ടിന്യൂറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഇത് കണ്ടിന്യൂറ്റി കിട്ടി, ഈ ലീഡ് കണ്ടിന്യൂറ്റി കിട്ടി, ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ലീഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഓ, കോപ്പർ ഇങ്ങനെ കയറി പോയിട്ടുണ്ടാവും, ആ കറുത്ത ഭാഗം ഇങ്ങനെ കയറി പോയിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക, കോപ്പറിനൊന്ന് ചുരണ്ടുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും. കിട്ടാത്തതാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എത്ര ചുരണ്ടിയിട്ടും കാര്യമില്ല, കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അതും നോക്കുക. ഇങ്ങനെ 3 കോപ്പർ ഒന്ന് ചുരണ്ടി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂറ്റി നോക്കുക. ആദ്യം പ്രോബുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ RYB ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മോട്ടറിന് കംപ്ലൈൻ്റ് ഇല്ല. നേരത്തെ നമ്മൾ ഇവിടെ റെസ്റ്റ് പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് കണ്ടിന്യൂറ്റി കിട്ടാതിരുന്നത്. അപ്പോൾ ഇനി ഈ കണ്ടിന്യൂറ്റി കിട്ടി മോട്ടർ ഓക്കെ ആണെന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇവിടെ ലീഡ് കട്ടായാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കുള്ളൂ. കണ്ടിന്യൂറ്റി കിട്ടാതിരുന്നാൽ നമുക്ക് ലീഡ് കട്ടായിട്ടുണ്ട്, വൈൻഡിങ് ലീഡ് കട്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ലീഡ് കട്ടായി ഉറപ്പിക്കുക. പക്ഷേ ലീഡ് കട്ടായിട്ടില്ല, മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ എന്തായിരിക്കും ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകുക? ലോ വോൾട്ടേജിൽ മോട്ടർ ഓടിയിട്ട് വൈൻഡിങ്ങുകൾ തമ്മിൽ, സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ്ങുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ 2 വൈൻഡിങ് തമ്മിൽ പരസ്പരം ഇങ്ങനെ കിടക്കുന്ന വൈൻഡിങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. ആ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ RPM കുറയും. RPM കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറയുമ്പോൾ ആംബിയർ കൂടും, ഹീറ്റാവും, ഉരുകും. ഇതാണിതിൽ സംഭവിക്കുന്നത്. മോട്ടറിൽ കാര്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ ബുഷിൻ്റെ പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ബുഷ് പ്ലേ ആകുമ്പോൾ നമുക്ക് പ്ലേ കൂടുതൽ ഇങ്ങനെ വന്നടിക്കും. ആ അടിക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി ബുഷ് അടിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളം നമ്മൾ ആദ്യമേ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നതാണ്, വെള്ളം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ കുറേ വെള്ളത്തിൽ കിടക്കുന്ന മോട്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവ് വരാം. അതായത് ഇത് ഹീറ്റാവുമ്പോൾ, വെള്ളം ഇതിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ, ഹീറ്റാകുമ്പോൾ വെള്ളം ഇതിന്ന് മോയ്സ്ചറായിട്ട് ഇതിന്ന് കാലിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കാണുന്നുണ്ട്. ചിലവർ ഇതിന് നട്ടിന് ചെറുതായിട്ടൊരു ചില കമ്പനികൾ ഇട്ടോ ഒരു ഹോൾസ് ഇടും. അങ്ങനെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം അതോടെ തീരും. വെള്ളം empty ആയിട്ടുള്ള ഒരു കത്തലോ പിടിക്കലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സ്പെയർ മോട്ടർ എന്ന നിലക്ക് ഇതൊന്ന് എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളെയും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഒന്ന് വയർ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് വൈൻഡ് ചെയ്തിട്ട് ഇത് ക്ലീനാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ട്, അത് മൊത്തത്തിൽ ടോട്ടലായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വർക്കിംഗ് കണ്ടീഷൻ ആണോ അല്ലേ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പവർ വരുന്നുണ്ടോയെന്നാണ്. ഏതൊരു സംഭവം നോക്കാൻ പോയാൽ ആദ്യം നമ്മൾ ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പവർ എത്തുന്നുണ്ടോയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ലാമ്പാണ് എടുക്കേണ്ടത്, മറ്റേ നമ്മളെ ഫിലമെൻ്റ് ലാമ്പ്. അപ്പോൾ ഇപ്പോൾ എല്ലാ LED-കളായതുകൊണ്ട് പിന്നെ ഇത് ഫിലമെൻ്റ് ലാമ്പ് നമ്മളേക്കുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പൊട്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ LED ആണ് എല്ലാത്തിനും എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് ഇത് നോക്കുക. ഇവിടെ പവർ ഓക്കെയാണ്. അപ്പോൾ പവർ ഓക്കെയാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പവറിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ്
നമ്മളിതിൽ കണക്ട് ചെയ്യാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയേണ്ടത്, ഇത് യാതൊരുവിധ സുരക്ഷയില്ലാത്തൊരു ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം RCCB നിർബന്ധമാണ്. ഏത് ടെസ്റ്റ് നടത്തുകയാണെങ്കിലും നമ്മളൊരു RCCBൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത്രക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഗ്രീനാണ് വരുന്നത് ഒന്ന്, പിന്നെ റെഡ്, ബ്ലൂ. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ നേരെ ഈ ഗ്രീന് റണ്ണിങ് ആണെന്ന് വിചാരിക്കുന്നത്. കാരണം പല ഇതിലും പല കളറിലായിട്ടാണ് വരുന്നത്. കോമൺ ആയിട്ട് കളർ വരുന്നത് RYB വരുന്നത് സ്റ്റാർട്ടിങ് റെഡും റണ്ണിങ് കപ്പാസിറ്റർ മഞ്ഞയാണ് വരിക. ആ മഞ്ഞയ്ക്ക് പകരം പച്ചയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടർ ഏകദേശം വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ കണക്ഷൻ മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഇതുണ്ടോ, നമ്മൾ ഈ റണ്ണിങ് നിൽക്കുമ്പോൾ ഈ ഇംബലർ ഈ ഒരു പ്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്ന് മൂവ് ചെയ്യുന്നത് കാണാം. കണ്ടോ, ഈ അടി കൂടുമ്പോഴാണ് നമുക്ക് എന്താവുക, ഇതിൽ ബുഷ് പ്ലേ കൂടുതലാകുമ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാതെ വരിക. അപ്പോൾ ഈ അടി കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ബുഷിന് പ്ലേ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബുഷ് കൊണ്ടുപോയി അടുപ്പിച്ചിട്ടേ ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ മോട്ടറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് എന്ത് ചെയ്യണം, ഈ കപ്പാസിറ്റർ ഒന്ന് നോക്കണം, ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം. ചിലപ്പം കറണ്ട് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് സ്റ്റോറേജ് കറണ്ടിനെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ പമ്പ് ഓക്കെയാണ്. അപ്പം ഇനി ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കംപ്ലീറ്റ് തുരുമ്പൊക്കെ കളഞ്ഞ് ഒരു ചെറുതായിട്ടൊന്ന് ഗ്രീസൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പിന്നെ സ്പെയർ പമ്പായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ പമ്പിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ.